ഇപ്പൊ സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, സാറിന്റെ ഒരു ഹിപ്നോട്ടിക് സെല്ലിംഗ് വർക്ക്ഷോപ്പിനെ പറ്റി നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഹിപ്നോട്ടിക് സെല്ലിംഗ് വർക്ക്ഷോപ്പ്, അതായത് പറഞ്ഞു, അതായത് സെയിൽസിന് രണ്ട് അപ്രോച്ച് ഉണ്ട്. ഒന്ന് സയന്റിഫിക് അപ്രോച്ചും, ഇനി ആ സയന്റിഫിക് അപ്രോച്ച് വിജയിക്കണമെങ്കിൽ നമുക്ക് ഹിപ്നോട്ടിക് അപ്രോച്ച് വേണം. ഹിപ്നോട്ടിക് അപ്രോച്ച് അതിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക്കുകളുടെ വർക്ക്ഷോപ്പ് നടത്തുന്നത്. ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ലിജയെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. അതായത് എന്നെ കേൾക്കാൻ ലിജയെ ഞാൻ പ്രേരിപ്പിക്കുന്നു. ഒരു സിമ്പിൾ ടൈമിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ ഉപയോഗിക്കുന്ന കസ്റ്റമർ എന്നെ കേൾക്കാൻ ഞാൻ പ്രേരിപ്പിക്കുന്നു. എന്നോട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കാൻ, എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ, എന്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ അയാൾ അറിയാതെ പ്രേരിപ്പിക്കുന്ന മെത്തേഡാണ് ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക്ക് നമുക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മളൊരു സെൽഫ് പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. സെൽഫ് പ്യൂരിഫിക്കേഷൻ ഇവിടെയുള്ള സംഗതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. അതായത് ഒരാൾക്ക് മറ്റൊരാളെ ഹിപ്നോട്ടൈസ് ചെയ്യണമെങ്കിൽ ആദ്യം സെൽഫ് ഹിപ്നോട്ടൈസ് ചെയ്യണം. ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ഇമ്പ്യൂരിറ്റീസ് മാറ്റി നമ്മളെ ഒരു പ്യുവർ പേഴ്സൺ ആക്കി മാറ്റുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ തുടക്കത്തിൽ തന്നെ സംസാരിച്ചു, നമ്മളുടെ 10% കോൺഷ്യസ് മൈൻഡ്, 30% സബ് കോൺഷ്യസ് മൈൻഡ്, 60% അൺകോൺഷ്യസ് മൈൻഡ് നമ്മളെ നിയന്ത്രിക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ ക്ലാരിറ്റി ഉണ്ടാക്കണം. ക്ലാരിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണം നമ്മളെ ഒന്ന് പ്യൂരിഫൈ ചെയ്യണം. അതിന്റെ പ്രോസസ്സാണ് ഫസ്റ്റ്. ഒരാളെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 3 ഘടകങ്ങൾ ബേസിക് ആയിട്ടുണ്ടാവണം. ഡ്രീം, ബിലീഫ്, ആക്ഷൻ. DBA, ആക്ഷൻ. ഈ 3 ഘടകങ്ങൾ നമുക്ക് ആദ്യം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. നമുക്ക് ശക്തമായ ഒരു സ്വപ്നം ഉണ്ടാവും. കാരണം നമുക്ക് സ്വപ്നം ഉള്ളപ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ സ്വപ്നത്തിൽ ഫോക്കസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ കേന്ദ്രീകരിക്കപ്പെടും. അപ്പം ആദ്യം വേണ്ടുന്ന ഡ്രീംസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കഴിഞ്ഞ ഒരു സെഷനിൽ പറഞ്ഞിരുന്നു, ഈ ലോകത്ത് ഇന്നുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഈ ആരുടെയൊക്കെയോ സ്വപ്നങ്ങളുടെ ഫലമാണ്. അതും മൈനോറിറ്റിയുടെ സ്വപ്നങ്ങളുടെ ഫലമാണ് ഇന്നത്തെ മെജോറിറ്റി അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും. അത് എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ, ടെലികമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു മൈനോറിറ്റിയുടെ സ്വപ്നത്തിന്റെ അനന്തരഫലമാണ് മെജോറിറ്റി അനുഭവിക്കുന്നത്. അപ്പൊ ഈ സ്വപ്നങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക്കിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു സ്വപ്നങ്ങൾ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുക. ഞാൻ പറയുന്നത് ഉറക്കത്തിൽ വന്നു പോകുന്ന സ്വപ്നങ്ങളെ കുറിച്ചല്ല, ഉണർന്നിരുന്ന് കാണുന്നതും മാത്രമല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത എന്തോ നിങ്ങളെ നേടും വരെ ഉറങ്ങാൻ അനുവദിക്കാത്ത സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവണം. ആദ്യം നമ്മൾ ചോദിക്കുന്നത്, എനിക്കൊരു സ്വപ്നമുണ്ടോ? എന്റെ ജീവിതത്തിൽ പല ആളുകളെയും ഞാൻ എന്റെ ഒട്ടനവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ സ്വപ്നങ്ങൾ കണ്ട് അത് സാക്ഷാത്കരിക്കപ്പെട്ട ഒരുപാട് വ്യക്തികളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതിയുണ്ട്. അതായത് ഇന്ത്യൻ നേവിയിലെ പണ്ട് ഒരു ടോപ്പാസ് ഉണ്ടായിരുന്നു. ടോപ്പാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവിയിലെ ടോയ്ലറ്റ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന, വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു കാറ്റഗറി ആളുകളാണ് ഈ ടോപ്പാസ് എന്ന് പറയുന്നത്. സാധാരണ ടോപ്പാസുകളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അവരുടെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അവർ തമ്പാക്ക് കഴിക്കുക, ലിക്കർ കഴിക്കുക, പിന്നെ അവരിങ്ങനെ ബെഡായിയൊക്കെ പറഞ്ഞിരിക്കുക, ഇത് സമയം കളയുന്ന ഒരു പ്രകൃതമാണ്. എന്നാൽ ഈ ഫണിറാം എന്ന് പറഞ്ഞ ഒരു ടോപ്പാസ് ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ പിന്നെ ബീഹാറിലെ ഒരു ഇന്റീരിയർ ഗ്രാമത്തിൽ നിന്ന് 14 മക്കളുടെ കുടുംബത്തിൽ, ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് എങ്ങനെയോ ആരുടെയൊക്കെയോ സഹായത്തോട് നേവിയിൽ ഇതുപോലെ ടോപ്പാസായി വന്ന വ്യക്തിയാണ്. എന്നാൽ ഈ വ്യക്തി സാധാരണ ടോപ്പാസുകളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. അയാൾ ഇങ്ങനെ മദ്യപിക്കാനോ പുകവലിക്കാനോ അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ ന്യൂഡ് ഫോട്ടോ വെച്ച് കഥകൾ ഉണ്ടാക്കാനോ ഒന്നും പോകുന്ന ആളല്ല. അയാളെന്ന് പറഞ്ഞാൽ സമയം കിട്ടുമ്പോഴൊക്കെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ ആളുകളോട് സംസാരിക്കുകയും ഇടപെടുകയും പിന്നെ അവർക്ക് അയാൾ വായിക്കില്ല എന്നാൽ തന്നെ മറ്റുള്ളവരൊന്ന് വായിച്ചു കേൾക്കുകയൊക്കെ ചെയ്യുന്ന എലിമെന്ററി എഡ്യൂക്കേഷൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഈ വ്യക്തി എന്നോട് പരിചയത്തിൽ വരികയും, അപ്പം എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ നേവിയിലാണ്. എന്റെ ലാസ്റ്റ് ഫേസ് ഓഫ് നേവൽ കരിയറിൽ ഞാൻ നേവി വിടുന്നതിന് ഏകദേശം 1 മാസത്തിന് മുമ്പിട്ട്, അതായത് ഞാൻ അവിടെ ട്രാൻസ്ഫർ ആവുകയാണ്. ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് എന്റെ ലഗേജുകളൊക്കെ പാക്ക് ചെയ്യാൻ ഈ മനുഷ്യൻ എന്നെ സഹായിച്ചു. എന്നെ കൈയോട് പ്രായത്തിലൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷെ റാങ്ക് വൈസ് അയാൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇയാൾ എന്നെ സഹായിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ ഒരുപാട് ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ വന്ന കുറെ ഇംഗ്ലീഷ് മാഗസിൻ ഇങ്ങനെ വലിച്ചെറിഞ്ഞപ്പം ഈ ഫണിറാം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷ് മാഗസിനൊക്കെ പിക്കപ്പ് ചെയ്തു.
അപ്പൊ ഞാൻ കരുതി ഇയാൾ ഇതുപോലെ ആക്രിക്കും വിറ്റ് കൈസ ഉണ്ടാക്കാനായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഫണിത നിങ്ങൾ ഹിന്ദി പോലും വായിക്കില്ല, പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പത്രം എന്തിനാണ്, ഇംഗ്ലീഷ് പത്രവും ഇംഗ്ലീഷ് മാഗസിനും ഒക്കെ എന്തിനാണ്? അപ്പൊ പുള്ളി പറഞ്ഞു, സാറേ എനിക്കിത് എന്റെ മകളുണ്ട്, മക്കൾക്ക് പെൺമക്കളാണ്, മക്കൾക്ക് കൊടുക്കാനാണ്. അപ്പൊ എനിക്കൊരു താല്പര്യം തോന്നി, ഇയാളുടെ മക്കള് പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആളാണല്ലോ, മാത്രമല്ല ഇയാൾക്ക് മക്കള് പഠിക്കണമെന്നും താല്പര്യമുള്ള ആളാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തപ്പോ പറഞ്ഞു, സാറേ എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പം 3 പെൺകുട്ടികളാണ്. ഇങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞു. അത് ഞങ്ങളുടെ ഗ്രാമം, ഞങ്ങൾ ബീഹാറിലാണ്, ഞങ്ങൾ അവിടെ പെൺകുട്ടികൾ ഉണ്ടാവുന്നത് തന്നെ നിരുത്സാഹപ്പെടുന്ന സംഗതിയാണ്, അവിടെ പെൺ ഭ്രൂണഹത്യ നടക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല ഞങ്ങളുടെ നാട്ടില് പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനൊന്നുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഞങ്ങളുടെ നാടെല്ലാം വിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകാറില്ല. വളരെ ചുരുങ്ങിയ ജീവിത സാഹചര്യത്തില് ഞങ്ങളിവിടെ വിശാഖപട്ടണത്താണ് കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ കഥകളെല്ലാം പറഞ്ഞ് കഥയുടെ ഒടുവിൽ ഇയാൾ എന്നോട് പറഞ്ഞു, സാറേ ഒരു ദിവസം എന്റെ 3 മക്കളെയും ഞാൻ US വിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടും. അപ്പൊ ആലോചിക്കണം, ഒരു എലിമെന്ററി എഡ്യൂക്കേഷൻ ഇല്ല, ഫിനാൻഷ്യലി വളരെ വീക്കാണ്, യാതൊരു സപ്പോർട്ടും ഇല്ലാത്ത വ്യക്തി പറയുകയാണ് എന്റെ 3 പെൺമക്കളെയും ഞാൻ ഇവിടെ വിട്ട്, അതായത് US വിട്ടിട്ട് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കും, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിക്കാൻ വിടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു മോട്ടിവേറ്റർ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു, ഓക്കെ ഇറ്റ് വിൽ ഹാപ്പൻ. സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞു ഇത് സംഭവിക്കും എന്ന് പറഞ്ഞ് അന്നത്തെ ഞങ്ങളുടെ മീറ്റിംഗ് അവസാനിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേവി വിട്ടു. ഞാൻ നേവിയിൽ നിന്ന് പുറത്തു വന്ന് വളരെ ബിസി ആയിട്ട് ലീഡർഷിപ്പ് ട്രെയിനറായി മാറി. ഒരു 7-8 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വിശാഖപട്ടണത്ത് ഒരു ഹോട്ടലില് ഇതുപോലെ ക്ലാസ് എടുത്തിട്ട്, അവിടെ ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ ക്ലാസ് എടുത്തിട്ട് പുറത്തു വരുമ്പോഴേ ഞാനിങ്ങനെ ലാപ്ടോപ്പൊക്കെ ആയിട്ട് പുറത്ത് നിൽക്കുമ്പോൾ ഡ്രൈവർ എയർപോർട്ടിലേക്ക് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് ഒരാള് കൈകൊട്ടി എന്റെ അടുത്തേക്ക് വരും. അപ്പൊ വന്നിട്ട് ഈ വ്യക്തി എന്നോട് ചോദിച്ചു, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? സത്യത്തിൽ ഞാൻ അയാളെ ഓർത്തിരുന്നില്ല. അയാളുടെ കണ്ണുകൾ എവിടെയോ കണ്ടതായിട്ട് തുടങ്ങുന്നു. അപ്പം ചോദിച്ചു, സാറിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അടുത്ത സെന്റൻസ് ഇയാൾ പറഞ്ഞു, സാറിന് ഫണിറാമിനെ ഓർമ്മയുണ്ടോ? പഴയ ഫണിറാമിനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യെസ് ഫണിറാം. ഞാൻ ആദ്യം ചോദിച്ചത് നിങ്ങളുടെ മക്കളൊക്കെ എന്തായി, നിങ്ങളുടെ പെൺമക്കളൊക്കെ രക്ഷപ്പെട്ടോ, നിങ്ങൾ അവരെ US അയക്കാൻ പറ്റിയോ? ഇല്ലെങ്കിൽ അന്ന് സത്യത്തിൽ അയാളത് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്കായി പോയി. അയാൾ പറഞ്ഞു, സാറ് അന്ന് പോകുന്ന വർഷം എന്റെ മകള് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രി കാലഘട്ടമാണ്. എന്റെ മകൾ അന്ന് പ്രീ ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നു. ആ വർഷം തന്നെ MBBS എൻട്രൻസ് എഴുതി എന്റെ മൂത്ത മകള് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടി. അപ്പം അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഇയാളൊരു ചമാർ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അതായത് അവരുടെ നാട്ടിൽ ഈ തുകലൊക്കെ പിന്നെ ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ചമാർ എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞു, സാറേ എന്റെ മകള് ഇപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞ് അവിടെ തന്നെ ഇപ്പൊ MD ആയിട്ടുള്ള ഒരു ഡോക്ടറെ, ഒരു നായർ ബോയിയെ കല്യാണം കഴിച്ചു. അപ്പം ചമാർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നായർ ബോയിലേക്ക് ഒരു കൺവേർഷൻ നടന്നോണം. അപ്പം പുള്ളി പറഞ്ഞു, ഞാനും പോലും മലയാളിയാണ് സാറേ, ബീഹാറിലുള്ള ഞാനും പോലും മലയാളിയാണ്. കാരണം എന്റെ ദമാദ് അവിടുത്തെ, എന്റെ മരുമകൻ അവിടുത്താണ്, എന്റെ ചെറുമകനുണ്ട്, അവരിപ്പോ ഉള്ളൂരാണ് താമസം. അത് കഴിഞ്ഞു എന്റെ രണ്ടാമത്തെ മകള് MBA കഴിഞ്ഞിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഹസ്ബൻഡിന്റെ കൂടി ഇപ്പൊ കാനഡയിലാണ്. എന്റെ മൂന്നാമത്തെ മകളും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൽ ഗ്രൗണ്ട് ഓഫീസറായിട്ട് ജോയിൻ ചെയ്തു. അവരിപ്പോ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫണ്ടാസ്റ്റിക് സ്റ്റോറിയാണ്. എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത് ചോദിച്ചാൽ ആളുകളുടെ ഡ്രീംസ് ആണ് അവരെ ഇത്ര വലിയ തലത്തിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലെ എന്റെ ഈ ഇക്കഴിഞ്ഞ വർഷങ്ങളിലെ ട്രെയിനിങ് ലൈഫിലും ട്രാവലിംഗിലും ഒക്കെ ഞാൻ ഒട്ടനവധി ആളുകളെ ഇതുപോലെ ഡ്രീംസ് കൊണ്ട് സക്സസ്ഫുൾ ആയ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പം ഹിപ്നോട്ടിക് സെല്ലിംഗ് ടെക്നിക് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ബേസിക്കലി എന്ത് വേണമെന്ന് ചോദിച്ചാൽ അവർക്കൊരു സ്വപ്നം ഉണ്ടെന്ന് ഉറപ്പാക്കണം. അത് ചെറുതോ വലുതോ എന്താണെങ്കിലും ഒരു സ്വപ്നം ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. അപ്പം ലിജയ് ഇന്ന് തന്നെ ചോദിക്കണം, ലിജയ്ക്ക് ഒരു സ്വപ്നമുണ്ടോ? ആ സ്വപ്നം ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ട് മനസ്സിനെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് മൈൻഡിലും ആ സ്വപ്നം നമ്മൾ ഉറപ്പിക്കണം.